ഹലോ ഗൈസ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഇർഷാദിനെ വിളിച്ചോടുന്നു. ഇതൊരു കൂട്ടുകാരനാണ്. ആ ബന്ധത്തിൽ വിളിച്ചോടുന്നു. ആളുംകൂടിക്ക് മത്സരം കാണാൻ. ഇപ്പോൾ രാവിലെ ട്രാവൽ മത്സരം കണ്ടായിരുന്നു. അപ്പോൾ ആരും കൂടെ ഇവിടെ ബിരിയാണി വെച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പം എന്തിനായിട്ട് ഇപ്പോൾ പരിപാടി നടക്കുന്നത്? മത്സരം പക്ഷേ എന്തിനായിട്ട് ദഫ് മത്സരം നടക്കണേ? ദഫ് മത്സരം എന്തിനു വേണ്ടിയിട്ട് നടക്കണേ? അള്ളാൻ്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക, അള്ളാൻ്റെ റസൂലിനോടുള്ള മദ്ഹ് പാടുക, അള്ളാൻ്റെ റസൂലിനെ വാഴ്ത്തി പറയുക. അപ്പോൾ ഞങ്ങൾ വന്നേക്ക് ഇവിടെ ഉസ്താദ്മാരെ വാഴതും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു, ഫുഡ് അടിപൊളിയായിരുന്നു. പിന്നെ ഇവർക്ക് വിളിച്ചൊക്കെ ഞാൻ അങ്ങനെ പോകുന്നതാണ്. നാട്ടിൽ പരിപാടി ഉണ്ടായിരുന്നു. നാട്ടിലെ പരിപാടി മജ്‌ലിസിൻ്റെ അവിടെയും പുറമുണ്ട്. ഇവൻ്റെ പരിപാടി ഉണ്ടായിട്ട് ക്യാൻസലാക്കി പോകുന്നതാണ്. ദഫ് മത്സരം കാണണം പറഞ്ഞിട്ട് ആഗ്രഹത്തോടെ ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ. ജീവിതത്തിൽ കണ്ടിട്ടില്ല ദഫ് മത്സരം. വന്ന പാട് കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നു, പാട്ടൊക്കെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ദഫ് പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്. ഇപ്പം എല്ലാവരും ഇവിടേക്ക് വരിക, ആലുംകൂടത്തേക്ക് വരിക. നല്ല ദഫ് മത്സരം കാണാൻ ആഗ്രഹമുള്ള. ഫസ്റ്റിന് 1,00,000 സെക്കൻഡിന് 15. നല്ല ദഫ് മത്സരമാണ്. നല്ല ആഗ്രഹമുള്ള മത്സരമാണ്. പോലെ ആടും പാടും താളം പൊടിക്കും, ഉറക്കം കളഞ്ഞിട്ടൊക്കെ ദഫ് കളിക്കും. ഇവിടെ ഒരു മാസത്തോളം മുന്നേ പ്രാക്ടീസൊക്കെ ചെയ്യും ദഫ് മത്സരത്തിന് വേണ്ടിയിട്ട്. വെറൈറ്റി മത്സരക്കാരും കല്ലേറക്കാരും. എന്താ പറയുക പക്ഷേ? എന്താണ് പരിപാടിക്കൊക്കെ പങ്കെടുക്കുക, പരിപാടി ഉഷാറാക്കുക. അള്ളാൻ്റെ റസൂലിൻ്റെ പരിപാടിയാണ്. അള്ളാൻ്റെ റസൂലിനോട് കൂടുതൽ ഇഷ്ടം വെക്കുക. അത് നമുക്ക് പരിപാടിക്ക് പങ്കെടുത്താൽ തന്നെ അതിൻ്റെ അനുഭൂതി കിട്ടുള്ളൂ. നമ്മൾ അള്ളാനെ വിജയിപ്പിക്കുക, അള്ളാൻ്റെ പരിപാടിയിൽ കൂടി അള്ളാനെ വിജയിപ്പിക്കുക. അത് നമുക്ക് വേണ്ടത്. അതേ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുള്ളൂ. എന്താ ഷംനാഥ് എനിക്ക് പറയാനുള്ളത്? അതിലുണ്ടാവുള്ളൂ. അതന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതന്നെ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ. ഇരുളാർന്ന മനസ്സിൻ്റെ